ചേച്ചി ആടി ഞാൻ ഇച്ചിരി സവാള വെറുതെ ഞരടാന്ന് വിചാരിച്ചിട്ട് ആ ചെറുക്കൻ പോയിട്ട് ഒരു സുഖമില്ല. പാവം പോയപ്പോ ഒരു സങ്കടമല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും അടുക്കളയില് തീ പോയാണ്ട് അപ്പ വരും. ചേച്ചിക്ക് സമാധാനമല്ല. എനിക്കെന്താ അല്ലെങ്കിൽ സമാധാനക്കേട് അവനെ കൊണ്ട്. അല്ല ചേച്ചിയല്ലേ എപ്പോഴും പറയണേ എന്തെങ്കിലും ഉണ്ടാക്കിയാന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. നീ പറയാറില്ല. ഞാൻ പറയുന്നത് ചേച്ചി കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഞാനല്ല ഈ നാട്ടുകാർ മുഴുവൻ കേട്ടിട്ടുണ്ട് നീ പറയണത്. ചേച്ചി പറയുന്നത് 8 ദിക്ക പൊട്ടുമാറുമല്ലേ ചേച്ചി കിടന്നു. ഞാൻ അവനെ ഭക്ഷണത്തിൽ എന്തുകൊണ്ടും ചേച്ചിക്ക് തന്നെ നഷ്ടം. എന്ത് വിറക് കീറാൻ ഇനി വേറെ ആണോ? പാവം എല്ലാം സഹായിക്കുമായിരുന്നു. എന്തെങ്കിലും കൊടുത്തിട്ട് പറയും ആ വിറക് കീറി. എന്തെങ്കിലും കൊടുക്കണേന്റെ അല്ല, ഇച്ചിരി പുകഴ്ത്തിയാലൊക്കെ ഭയങ്കര ഇഷ്ടാ. സൂപ്പർ അല്ലേ റൊണാൾഡോ, നീ അല്ലാതെ എനിക്ക് ആരാടാ ഉള്ളതെന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കര സന്തോഷം. എന്ത് വേണമെങ്കിലും ചെയ്തു തരും. പാവം പാവം. എന്തായാലും കുടുംബത്തിന് കുറച്ച് നാൾ നിൽക്കട്ടെ. അല്ലെങ്കിലും കുറച്ച് നാൾ അവളുടെ അടുത്ത് പോയി നിൽക്കട്ടെ. ഞാൻ ക്ലീറ്റോ എങ്ങാനും ആണെങ്കിൽ ഞാൻ കൈയും കാലും കെട്ടിയും കൂടെ കൊണ്ടുവന്നേനെ അല്ലേ. ഇവനെല്ലാരും നമ്മൾ സമ്മതിക്കോ ചേച്ചി? നമുക്ക് കാണാതിരിക്കാൻ പറ്റുമോ നമ്മുടെ കെട്ടിയവന്മാരെ? ഇത് റോസ് ചേച്ചി എങ്ങനെ നിക്കണാവോ? പറഞ്ഞ ഇവൻ പിടിച്ച മുയലിന് 4 കൊമ്പെന്നും പറഞ്ഞല്ലേ ഇവൻ നടക്കുന്നത്. പിന്നൊരു കാര്യമുണ്ട്, ആ കുടുംബത്തോട്ട് എങ്ങനെ പോകാൻ തോന്നും? ആർക്കും പോകാൻ തോന്നില്ല നിങ്ങളുടെ കുഞ്ഞമ്മച്ചി അവിടെ ഉള്ളിടത്തോളം കാലം. ചേച്ചിക്ക് ഒരു കാര്യം അറിയോ? എന്ത്? കുഞ്ഞമ്മച്ചി ശരിക്കും പാവ ചേച്ചി. അയ്യോ, ഉറങ്ങുമ്പോ പോലും ഒരു പാവമല്ല. അല്ല, കുഞ്ഞമ്മച്ചി ശരിക്കും പാവമാണ് ചേച്ചി. റോസ് ചേച്ചിയുടെ സ്വഭാവം ചേച്ചിക്ക് അറിയാലോ. ഇവിടെ വന്ന് നിന്നിട്ട് നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കിയതല്ലേ. അങ്ങനെയുള്ള ഒരാള് അവിടെ നിൽക്കുമ്പോ എന്തൊക്കെ ഉണ്ടാക്കും ചേച്ചി. ഞാനൊക്കെ കുഞ്ഞമ്മച്ചിയുടെ അടുത്ത് നിന്ന് എത്ര നാള് വളർന്നിട്ടുണ്ടെന്ന് അറിയോ? നിങ്ങൾ ഒരു ചോരയല്ലേ, നിങ്ങൾക്ക് പിന്നെ അങ്ങോട്ടും കൂടെ സ്നേഹം ഉണ്ടാവൂലേ? ഈ പെറ്റ തള്ള ഈ റൊണാൾഡിനോട് എന്താ കാണിക്കുന്നത്? എന്ത്? അവരോട് വരെ ഒരു മോനെ പിന്നെ വളർത്തിക്കൊണ്ട് വന്നിട്ട് വേലക്കും പോകത്തില്ല. ശരി, പിന്നെ ഇങ്ങനെയല്ലേ പിന്നെ പറയണ്ടത്? ഞാൻ അവരോട് എന്ത് ചെയ്ത്? ഇവിടെ വന്ന അവർ എന്നോട് എന്തൊരു കുശുമ്പാണ്. അവരുടെ ചെലവിലാണോ ഞാൻ ഇവിടെ ജീവിക്കുന്നത്? അതിന് ചെറിയ കാര്യമൊക്കെ ഉണ്ട്. എന്ത്? കുഞ്ഞമ്മച്ചി ഇവിടെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ചേച്ചി തിരിഞ്ഞു തലതല പറയാറില്ലേ? ഞാൻ എന്ത് തരത്തില പറയാറുണ്ട്? എന്നോട് എന്തെങ്കിലും ഇത്തിരി ചൂടുവെള്ളം കൊണ്ടുപോടി എന്ന് പറയുമ്പോ ചേച്ചി എന്ന് പറയും ചൂടുവെള്ളം കൊണ്ടുപോകും. അല്ല, ചൂടുവെള്ളം ഈ കഴിഞ്ഞ ദിവസം ചൂടുവെള്ളം എന്തിനാണ്? കുടിക്കാനാണോ കുളിക്കാനാണോ എന്ന് വെച്ചപ്പോ അവര് എന്നോട് അങ്ങനെ പറയുമ്പോ പിന്നെ നമ്മള് പറയില്ലേ? ഒന്നുമല്ല, എന്നോട് കുഞ്ഞമ്മച്ചി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി എനിക്ക് അവിടെ നിൽക്കാൻ ഇഷ്ടമല്ലടി. പിന്നെ ഞാൻ ക്ലീറ്റോച്ചനെ ഓർത്ത് മാത്രം നിൽക്കും. പിന്നെ അവരെന്തിനാ വരുന്നത്? ഇവിടെ വരാൻ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഞങ്ങളെ കാണണ്ടേ? നിങ്ങളെ കാണണമെങ്കിൽ നിങ്ങളുടെ കുടുംബം അല്ലെങ്കിലും ഉണ്ടല്ലോ, നിങ്ങളെ കൊടങ്ങാവുള്ള കുടുംബത്തിന് മര്യാദ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇവിടുത്തെ കുടുംബക്കാര് ഫസ്റ്റാണല്ലോ. ഞങ്ങള് കുടുംബത്തിലുള്ള 2-3 പേര് തമ്മിലുള്ള വഴക്ക്. ഈ 40 മൊത്തം ഞങ്ങളുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഒരാള് കല്യാണം വിളിക്കാൻ വന്നിട്ട് പറഞ്ഞു എത്രയോ വർഷമായി മിണ്ടിട്ടെന്ന്. അവരൊരു കൂട്ടരോടെ ഉള്ളൂ. ബാക്കി ഞങ്ങളൊന്ന് നിലവിളിച്ചാൽ ഞങ്ങളുടെ കൂടെ വരാനായിട്ട് എന്തോരം 40 കുടുംബമുണ്ട്. നിങ്ങളുടെ കുഞ്ഞമ്മച്ചി ഉള്ള സ്ഥലത്തോട്ടുണ്ടല്ലോ ഒരാൾ എത്ര പ്രാവശ്യം ക്ലീറ്റോച്ചന്റെ കാര്യം പറഞ്ഞ് നിലവിളിച്ചേക്കുന്നത്. ഒരാളുകളും വന്ന് ഞാൻ കണ്ടിട്ടില്ല. കുടുംബത്തുള്ളതാ നിങ്ങളുടെ കുടുംബത്തുള്ള ഒരാളേന്ന്. പിന്നെ ദോഷം പറയരുതല്ലോ ലില്ലി, നിനക്ക് ആ കുഞ്ഞമ്മച്ചിയുടെ സ്വഭാവം എല്ലാം കിട്ടിയിട്ടുണ്ട്. എന്ത് എനിക്കെന്ത് സ്വഭാവം കിട്ടിയേക്കണത്? ഇപ്പൊ കിടന്ന് പറയണ കേട്ടില്ല. മനസ്സാവാതെ അറിയാത്ത ഞാൻ എന്താണ് നിങ്ങളുടെ ചേച്ചി അല്ലേ കടന്ന് ഇങ്ങനെ കണ്ണുപിടിച്ചു ചുമ്മാ വന്നതാ. ചുമ്മാ വന്നെങ്കിൽ പൊക്കോ കുഞ്ഞമ്മച്ചി. നിങ്ങളുടെ ഈ പറയുന്ന പോലെ കൊടങ്ങാവിള കുടുംബത്തിന്റെ മഹത്വം പാടിക്കൊണ്ടിരിക്കലല്ല എന്റെ ചേച്ചിയും പാടിക്കൊണ്ടിരിക്കണ്ട.